പ്രിയപ്പെട്ടവരെ, ഇത് ഒരു വളരെ സവിശേഷതയുള്ള ഒരു പ്രോഗ്രാമാണ്. സ്കൂളുകളെ ആശ്രയിച്ചാണ് ഇങ്ങനൊരു പദ്ധതി ആവിഷ്കരിക്കുന്നത്. അതായത് ഒരു സ്കൂളിലുള്ള വിദ്യാർത്ഥികൾ പത്രം നിർമ്മിക്കുകയും അത് വിൽപ്പന നടത്തുകയും ചെയ്യുക. ആ പത്രത്തിൽ ആവശ്യമുള്ള പരസ്യം അവർക്ക് ഉൾക്കൊള്ളിക്കാം. അങ്ങനെ പരസ്യത്തിലൂടെയും പത്രവിൽപ്പനയിലൂടെയും കിട്ടുന്ന സംഖ്യകൾ, വരുമാനം വയനാട്, വിലങ്ങാട് ദുരിതം അനുഭവിക്കുന്നവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. മാത്രവുമല്ല, വിദ്യാർത്ഥികളുടെ സർഗാത്മക പ്രവർത്തനം മെച്ചപ്പെടുത്താനും ഈ പദ്ധതി വളരെയധികം സ്വാധീനം ചെലുത്തുകയും ചെയ്യും. അതിനാൽ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് എല്ലാ വിദ്യാർത്ഥികളും, രക്ഷിതാക്കളും, നാട്ടുകാരും സഹകരിക്കണമെന്ന് ഞാൻ വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. സ്നേഹത്തോടെ, ജയചന്ദ്രൻ മൊകേരി. സജീവനത്തിൽ ഉദ്ദേശിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പഠന പ്രവർത്തനവും അതോടൊപ്പം തന്നെ ഇതൊരു ജീവകാരുണ്യ പ്രവർത്തനം കൂടിയാണ്. നമ്മൾ നിർമ്മിക്കുന്ന പത്രങ്ങൾ, ഈ പത്രങ്ങൾ അച്ചടിച്ച് പ്രചരിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ വിവിധ സംഘടനകൾ, നാട്ടിലെ വിവിധ തരത്തിലുള്ള ആളുകളെല്ലാം തന്നെ ശേഖരിക്കുന്ന പരസ്യങ്ങൾ, ഈ പരസ്യങ്ങളുടെ വരുമാനവും അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പത്രങ്ങൾ വിതരണം ചെയ്തതോടെ കിട്ടുന്ന വരുമാനവും എല്ലാം ചേർത്ത് അതിൻ്റെ ഒരു വലിയൊരു ഭാഗം ഇവിടെ ചെലവഴിച്ച് ബാക്കി വരുന്ന ഭാഗം മുഴുവനായി നിങ്ങൾ ധാരാളം മത്സര പരിപാടികൾ നടത്തുന്നുണ്ട്. ഇതിലെ എല്ലാ മത്സരങ്ങളും നിരവധി ഞങ്ങളെ കലോത്സവത്തിന്റെ ഭാഗമായി അല്ലാതെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. വ്യത്യസ്തമായ ഒരുതരം മത്സരമാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ ചന്ദ്രമാസം സൂചിപ്പിച്ചതുപോലെ ഒരു മത്സരമാണ്. അതോടൊപ്പം ദുരിതാശ്വാസ പ്രവർത്തനത്തിനുള്ള ഫണ്ട് ശേഖരണം കൂടിയാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, തികച്ചും വ്യത്യസ്തമായ പുതുമയുള്ള ഒരു മത്സര പരിപാടിയുമായിട്ടാണ് ശ്രീ സജീവൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും വളരെ ഉയർന്നതാണെന്നതാണ് ഈ മത്സര പരിപാടിയെ വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും ഒരു മലയാളിയുടെ പ്രഭാതം ഏതെങ്കിലും ഒരു പത്രവാർത്ത വായിച്ചുകൊണ്ട് തുടങ്ങുന്ന ഒന്നാണ്. എത്രയോ കാലങ്ങളായി അവരുടെ പ്രഭാതങ്ങളെ വിളിച്ചുണർത്തുന്നത് ഏതെങ്കിലും പത്രങ്ങളായി. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അധ്യാപകരെ, ലോക മാധ്യമ രംഗത്തും സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തും ഒരു പുതിയ മാതൃക സൃഷ്ടിക്കുകയാണ്. കാരുണ്യത്തിൻ്റെ മഹനീയത എന്ന മാതൃകയാണ്. അതോടൊപ്പം നമ്മുടെ വിദ്യാർത്ഥികളുടെ ബുദ്ധിപരവും സർഗാത്മകവുമായ വികാസവും സാധ്യമാകും. നിങ്ങളുടെ സൃഷ്ടികളും വാർത്തകളും നിറഞ്ഞ ഈ പത്രം വലിയ വിജയപ്രദമായി മാറ്റാൻ ഞാൻ ആദ്യമായി ആശംസിക്കുക.
എന്താണ് പത്രമെന്നും പത്രത്തിന്റെ രീതി എന്താണെന്നും അത് എങ്ങനെയൊക്കെ പത്രം നിർമ്മിക്കപ്പെടുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരറിവ് കുട്ടികൾക്ക് ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ഒരു പത്രപ്രവർത്തനത്തിന്റെ ഒരു പ്രധാന ഘടകം കുട്ടികൾ പഠിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും അതിന്റെ ഭാഗമായിട്ട്. കാരണം ഒരു കാലത്ത് പത്രം എന്ന് പറയുന്ന ഒരു വരുന്നതിന് മുമ്പ് തന്നെ ആദ്യം കേട്ടറിവിൽ നിന്നും കണ്ടറിവിൽ നിന്നും വന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ സ്വന്തം നിർമ്മിക്കുന്ന ഒരവസ്ഥയിലേക്ക് വാർത്തകൾ തന്നെ ആദ്യം വാർത്തകൾ കേൾക്കുകയാണ് കുട്ടികൾ ചെയ്യുന്നത്. പിന്നെ വായിക്കാൻ തുടങ്ങി. വായനയിൽ നിന്ന് കുട്ടികളുടെ പത്രം നിർമ്മിക്കാൻ തുടങ്ങി. അപ്പോൾ ആ തരത്തിലേക്ക് കുട്ടികളുടെ സർഗാത്മക കഴിവ് വികസിക്കുക എന്നുള്ളത് ആണ് ഇതിന്റെ ഉദ്ദേശം. സഹായവുമായി ഞങ്ങൾ ഒരു പുതിയ പദ്ധതിയുമായി മുന്നോട്ട് വരികയാണ്. കേരളത്തിലെ എല്ലാ സ്കൂളുകളിലെയും ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പത്ര നിർമ്മാണ മത്സരം നടത്തുകയാണ്. ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ കേരളത്തിലെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളിലെയും വിദ്യാർത്ഥികളും അവരോട് ഒന്നിച്ച് പ്രവർത്തിക്കുന്ന സംഘടനകളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. മത്സരത്തിന്റെ വിശദാംശങ്ങൾ പിന്നീട്. കുട്ടികളുടെ ഇടയിൽ സ്കൂളുകളിൽ ഒക്കെ പലതരത്തിലുള്ള സാമൂഹ്യ സേവന മാതൃകകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് അതും ഒരു ന്യൂസ് പേപ്പറിന്റെ പ്രത്യേകമായ എഡിറ്റിംഗിലൂടെ കുട്ടികളുടെ കഴിവുകൾ വളർത്താൻ മാത്രമല്ല അതിൽ നിന്ന് ലഭിക്കുന്ന ചെറിയ ചെറിയ തുകകളൊക്കെ സാമൂഹ്യ സേവനത്തിന് വേണ്ടി കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് ഒരു സാമൂഹ്യ സേവനത്തിന് പാതുറക്കാൻ